പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, സാമ്പത്തിക ഭദ്രത എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയിൽ ചില സ്കീമുകളെ കുറിച്ച് അറിയാം. റിപ്പോർട്ട് കാണാം. ആദ്യത്തേതാണ് ധനലക്ഷ്മി യോജന. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഇത്. കൂടാതെ പെൺകുട്ടികളുടെ നേരത്തെയുള്ള വിവാഹം തടയുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. സ്കൂളിൽ ചേർക്കുന്നത് മുതൽ 8ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികളുടെ പഠനച്ചെലവ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നാണ് സെക്കൻഡറി വിദ്യാഭ്യാസത്തിനായുള്ള പെൺകുട്ടികളുടെ ദേശീയ പ്രോത്സാഹന പദ്ധതി. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് തയ്യാറാക്കുക എന്നുള്ളതാണ്. SC/ST വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് രൂപീകരിച്ചതാണിത്. എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ കോളേജുകളിൽ പഠനത്തിനായി കൂടുതൽ പെൺകുട്ടികളെ ഉൾപ്പെടുത്തുക എന്നതാണ് CBSE ഉഡാൻ പദ്ധതിയുടെ ലക്ഷ്യം. 112 ക്ലാസുകളിലുള്ള കുട്ടികൾക്ക് സൗജന്യ ഓൺലൈൻ പഠന സാമഗ്രികൾ ഈ പദ്ധതി വഴി നൽകുന്നു. BPL കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സഹായിക്കുന്നതാണ് ബാലികാ സമൃദ്ധി യോജന പദ്ധതി. ജനന സമയത്ത് 500 രൂപയും വാർഷിക സ്കോളർഷിപ്പായി 1000 രൂപയും വരെ ലഭിക്കും. ഇത് 18 വയസ്സ് കഴിഞ്ഞാൽ പിൻവലിക്കാൻ കഴിയും. 2015 ജനുവരി 22-നാണ് സുകന്യ സമൃദ്ധി പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഉയർന്ന പലിശ നിരക്കാണ് ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത്. ഇതിലൂടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ സമ്പാദ്യം തുടങ്ങാം. പെൺകുട്ടികൾക്കുള്ള മാതാപിതാക്കൾക്ക് ഏതെങ്കിലും അംഗീകൃത ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാൻ സാധിക്കും.